ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോയിൻസെറ്റിയ എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ക്രിസ്മസ് പ്ലാന്റ് എന്നും പോയിൻസെറ്റയെ വിളിക്കാറുണ്ട്. വിന്റർ സീസണൽ പ്ലാന്റായ പോയിൻസെറ്റിയ ഇൻഡോറായും ഔട്ട്ഡോറായും നട്ടുവളർത്താം. വെള്ള, ചുവപ്പ്, പിങ്ക് എന്നീ നിറങ്ങളിൽ പോയിൻസെറ്റിയ പ്ലാന്റ് അവൈലബിൾ ആണ്. വളരെ എഫക്റ്റീവായ ഹോം ഡെക്കർ കൂടിയാണ് പോയിൻസെറ്റിയ പ്ലാന്റ്. ഇവ നടുമ്പോൾ കൂട്ടമായി നടാൻ ശ്രമിക്കുക. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണിത്. നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ നടാതിരിക്കാൻ ശ്രമിക്കുക. ചെടി നട്ടിരിക്കുന്ന മണ്ണിൻ്റെ മുകൾ വശം ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം നനച്ചു കൊടുക്കുക. വെള്ളം അധികമാവുകയാണെങ്കിൽ വേര് ചെയ്യാൻ സാധ്യതയുണ്ട്. പോട്ടിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ഡ്രെയിനേജ് ഹോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പോട്ടിംഗ് മിക്സ്ചറായി 40% മണൽ, 40% മണ്ണ്, 20% ചാണകപ്പൊടി എന്നിവ ഉപയോഗിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുക. പോയിൻസെറ്റിയ ചെടിയുടെ പൂക്കൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ കളർഫുള്ളായി കാണപ്പെടുന്ന ബ്രാക്റ്റുകൾ വളരെയധികം പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഡിസംബർ മാസത്തിലാണ് പോയിൻസെറ്റിയ പ്ലാന്റ് പൂവിടുകയും ബ്രാക്റ്റുകൾ കളർഫുള്ളായി കാണപ്പെടുകയും ചെയ്യുന്നത്. ഡിസംബർ മാസത്തിൽ വളരെയധികം അട്രാക്റ്റീവായും കളർഫുള്ളായും പോയിൻസെറ്റിയ പ്ലാന്റിനെ കാണണമെങ്കിൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ ചെടിയെ പ്രൂൺ ചെയ്ത് നിർത്താനായി ശ്രമിക്കുക. ഇത് ചെടിയെ കൂടുതൽ ബുഷിയായി വളരാൻ സഹായിക്കും. എന്നാൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം പ്രൂണിംഗ് ചെയ്യരുത്. ഇരുട്ട് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും പോയിൻസെറ്റിയ ചെടിയുടെ ബ്രാക്റ്റിൽ നിറം രൂപപ്പെടുന്നത്. ഒക്ടോബർ മാസത്തിൽ 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ ഇരുട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം പോയിൻസെറ്റിയ ചെടിയെ വയ്ക്കാൻ. വീടുകളിൽ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശം, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രകാശം എന്നിവയിൽ നിന്നും ചെടിയെ മാറ്റിവെക്കാനായി ശ്രദ്ധിക്കുക. എന്നാൽ 6 മുതൽ 8 മണിക്കൂർ വരെ ഇൻഡയറക്റ്റ് സൺലൈറ്റിലും വെക്കേണ്ടതുണ്ട്. നവംബർ മാസം അവസാനം വരെ ചെടിയെ ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ 14 മണിക്കൂർ വെച്ച ശേഷം ഡിസംബർ ആദ്യവാരത്തോടുകൂടി മുഴുവൻ സമയവും ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോയിൻസെറ്റിയ ചെടിയിൽ മൊട്ടുകൾ രൂപപ്പെടും. ഡിസംബർ മധ്യത്തോടെ യാതൊരു വിധത്തിലുള്ള വളപ്രയോഗവും നടത്തരുത്. ശരിയായ രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക. പോയിൻസെറ്റിയ ചെടിയിൽ കളറുകൾ വന്നു തുടങ്ങും. പോയിൻസെറ്റിയ പ്ലാന്റിൻ്റെ ബ്രാക്റ്റിൽ കളറ് വന്നു തുടങ്ങുന്നത് മുതൽ കളറ് മങ്ങുന്നത് വരെ യാതൊരു തരത്തിലുള്ള വളപ്രയോഗവും നടത്തരുത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പോയിൻസെറ്റിയയുടെ കളറ് മങ്ങി തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവയെ കുറച്ചുകൂടെ ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക. 8 ഇഞ്ചസ് വരെ ട്രിം ചെയ്യുകയും വെള്ളവും വളവും ബാലൻസ്ഡ് ആയിട്ടുള്ള അളവിൽ കൊടുക്കുകയും ചെയ്താൽ മെയ് മാസത്തോടു കൂടി പോയിൻസെറ്റിയയിൽ പുതിയ ഗ്രോത്തുകൾ രൂപപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക.